രക്തരക്ഷസിന്റെ രാത്രി ഇരുട്ട് കനത്ത ഒരു താഴ്വരയിലായിരുന്നു രക്തരക്ഷസിന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത്. കാടുകൾ തിങ്ങിനിറഞ്ഞ ആ പ്രദേശം ഭയം വിതറിക്കൊണ്ട് നിശബ്ദമായി നിന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ ഉൾഭാഗം എപ്പോഴും നേരിയ മങ്ങിയ വെളിച്ചത്തിൽ എണ്ണ വിളക്കുകളുടെ ചെറുനാളം മാത്രം പ്രകാശിച്ചു നിന്നു. ഗ്രാമത്തിന് ഒരു ശാപമായി മാറിയ ദുർഗ എന്ന പേരുള്ള, എന്നാൽ ഇപ്പോൾ ഒരു യക്ഷിണിയുടെ രൂപം പൂണ്ട ഒരു രക്തരക്ഷസാണ് അവിടെ കുടിയിരുന്നത്. അവളുടെ ചുവന്ന കണ്ണുകളും കൂർത്ത ദന്തങ്ങളും ഭയം ജനിപ്പിച്ചു. അങ്ങനെയിരിക്കെ ഗ്രാമത്തിലെ ആളുകളെ രക്ഷിക്കാൻ ധീരനും ജ്ഞാനിയുമായ ഒരു സന്യാസി രംഗത്തെത്തി. ഭഗവാന്റെ മന്ത്രങ്ങൾ ഉരുവിട്ട് ശാപം തീർക്കാനുള്ള ഏകവഴിയായ മഹാബലി നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. പൂർണ്ണചന്ദ്രൻ ആകാശത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു രാത്രിയിൽ അദ്ദേഹം ക്ഷേത്രത്തിന് സമീപമുള്ള പഴയ ശ്മശാനത്തിൽ എത്തിച്ചേർന്നു. സന്യാസി നിലത്തിരുന്ന് ഒരു എണ്ണ വിളക്ക് കത്തിച്ച് മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കാറ്റിൽ മന്ത്രധ്വനികൾ ഉയർന്നു. പെട്ടെന്ന് ഘോരമായ ഒരു അലർച്ചയോടെ യക്ഷിണി പൊതുജനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു. അവൾ ഒരു പ്രേതത്തെ പോലെ വെളുത്ത വസ്ത്രമണിഞ്ഞ് ഭൂമിയിൽ തൊടാതെ ശൂന്യതയിൽ ഒഴുകി നടന്നു. നിങ്ങൾ എന്നെ തടയാൻ വന്ന ആളാണോ? ഈ രക്തരക്ഷസിന്റെ ദാഹം നിങ്ങൾക്ക് തീർക്കാനാകില്ല, യക്ഷിണി അട്ടഹസിച്ചു. സന്യാസി അക്ഷോഭ്യനായിരുന്നു. തന്റെ കയ്യിലുള്ള എണ്ണ വിളക്ക് പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കൈ ഉയർത്തി യക്ഷിണിയെ തടഞ്ഞു നിർത്തി. ദുർഗേ, നിന്റെ ദേഷ്യം എനിക്കറിയാം. നിനക്ക് ശാന്തി നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വിളക്കിന്റെ വെളിച്ചം നിന്റെ ആത്മാവിലെ ഇരുട്ടിനെ ഇല്ലാതാക്കും, അദ്ദേഹം ശാന്തമായി പറഞ്ഞു. സന്യാസിയുടെ മന്ത്രങ്ങളുടെ ശക്തിക്ക് മുന്നിൽ യക്ഷിണിക്ക് അധികം നേരം പിടിച്ചു നിൽക്കാനായില്ല. അവളുടെ മന്ത്രങ്ങൾ അവളുടെ ശക്തി ക്ഷയിപ്പിക്കാൻ തുടങ്ങി. വേദനയോടെ അവൾ പിന്തിരിഞ്ഞു. ഒടുവിൽ സന്യാസി ആ ക്ഷേത്രത്തിനുള്ളിൽ പോയി ഒരു വിളക്ക് പ്രതിഷ്ഠിച്ചു. ഭയം നിറഞ്ഞ ആ സ്ഥലം ശാന്തമായി. ദുർഗയുടെ ആത്മാവ് അവിടെ നിന്നും മോചിതയായി. ഗ്രാമം ശാന്തമായി. ഇന്നും ആ ക്ഷേത്രത്തിന്റെ ഉൾഭാഗം ആ തിരുനാളം ശാന്തമായി കത്തുന്നുണ്ട്. അവിടുത്തെ വിശ്വാസികൾ പറയുന്നു, സന്യാസി നൽകിയ ശാന്തിയാണ് വെളിച്ചമായി കത്തുന്നത്.